أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألم يروا كم أهلكنا قبلهم من القرون أنهم إليهم لا يرجعون فإن كل لما جميع الذين محضرون وآية لهم الأرض الميتة أحييناها وأخرجنا منها هبا فمنه يأكلون. صدق الله العلي. أولم يروا أنا خلقنا قبلهم من القرون أنهم إليهم لا يرجعون. അതാണ് നല്ല ചർച്ച എടുത്തത്. അവർക്ക് മുമ്പ് എത്രയെത്ര ഗ്രാമങ്ങളെയാണ് നമ്മൾ നശിപ്പിച്ചത്. അതവര് അറിയുന്നില്ലേ, കാണുന്നില്ലേ, മനസ്സിലാക്കുന്നില്ലേ. വഇൻ കുല്ലു ലമ്മാ ജമീഉൽ ലദീന മഹ്ദറൂൻ എന്നതിൽ വിശദമായിട്ട് ചർച്ച ചെയ്തു. ഇനി മുഴുവൻ ആളുകളെയും, കഴിഞ്ഞ കാലത്ത് ജീവിച്ച എല്ലാ ആളുകളെയും, വരാനുള്ള ആളുകളൊക്കെ നമ്മളടുത്ത് മുഹ്ളറൂൻ, ഹാളറാക്കപ്പെടുന്നവരാണ്, സംഘടിപ്പിക്കപ്പെടുന്നവരാണ്. അത് പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു തആല മഴ പെയ്യിപ്പിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇത് തമ്മിലൊരു പ്രത്യക്ഷത്തിൽ ബന്ധമില്ലാന്ന് തോന്നിപ്പോകും. എല്ലാവരെയും അള്ളാഹിന്റെ അടുത്ത് കോടതിയിൽ ഹാജരാക്കപ്പെടും, പിന്നെ മഴ പെയ്യിപ്പിക്കുന്നത് എന്താ ബന്ധം? ശരിക്കും നല്ല ബന്ധമാണ്. കാരണം അള്ളാഹുവിന്റെ മഹ്ശറിൽ എല്ലാരും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു പറയുമ്പോ കേൾക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ആ വിഷയത്തെ അത് കഴിയില്ല, മരിച്ചാ പിന്നെ ആൾക്കാർ ജീവിക്കൂല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ആഖിറല്ല. അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ എല്ലും തോലൊക്കെ നശിച്ചു, എല്ലുകളൊക്കെ നുരുമ്പിപ്പോയി, മണ്ണടഞ്ഞ മനുഷ്യനെ അതിന് രണ്ടാമത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു ബുഡൂസാണ് എന്ന് പറഞ്ഞ് പരത്തി പരലോകത്തെ അന്ധമായ ധാരണ, മിഥ്യയായ വിശ്വാസം എന്ന് കൊട്ടിഘോഷിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒന്നും സംഭവം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആർക്കും കഴിയില്ല എന്നാണ് അവരുടെ വാദം. അവർക്ക് വളരെ കൃത്യമായ ഒരു ദൃഷ്ടാന്താണ് ഈ പറയുന്നത്. ആയത്തുൽ ലഹും, അവർക്ക് ദൃഷ്ടാന്തമാണ്. അന്ന وآية لهم الأرض الميتة أحييناها وآية لهم الأرض الميتة أحييناها وأخرجنا منها حبا فمنه يأكلون. وآية لهم അവർക്ക് ദൃഷ്ടാന്തമാണ്. അൽ അർളുൽ മൈത്ത, ചത്തുണങ്ങിയ വരണ്ടുപോയ നിർജീവമായ ഭൂമി. എന്നിട്ടോ ആ നിർജീവാവസ്ഥയിൽ വരണ്ട് ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയെ നമ്മൾ സജീവമാക്കി, നമ്മൾക്ക് ജീവൻ കൊടുത്തു. വഹീനഹ, നമ്മൾ അതിനെ സജീവമാക്കി. വഅഖ്റജ്നാ മിൻഹാ ഹബ്ബാ, എന്നിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ധാന്യങ്ങളെയും വിത്തുകളെയും ഫ്രൂട്ട്സിനെയും പച്ചക്കറി പോലെയുള്ള ജനങ്ങൾക്ക് തിന്നാനുള്ള, അവർക്ക് ജീവിതോപാധിയായ സാധനങ്ങളെ നമ്മൾ പുറത്തു കൊണ്ടുവന്നു. നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ആ സാധനങ്ങളാണല്ലോ ഓല് തിന്നണത്. ഇതിൽ പ്രധാനപ്പെട്ട ഒരു ദൃഷ്ടാന്തതാണ്. നമ്മളിപ്പോ മരിച്ചുപോയി കബറടക്കപ്പെട്ടാൽ ഒരുപക്ഷെ മീസാൻ തുറന്ന് മൂടുകല്ലൊക്കെ തുറന്നു നോക്കിയാൽ അതിന്റെ ഉള്ളിൽ കാലപ്പഴക്കനുസരിച്ചുകൊണ്ട് ഒരാളും ഇല്ലാന്ന് വന്നേക്കും. ആ കൊണ്ടയ ആ സ്ഥലമാണെന്ന് തന്നെ തോന്നൂല. ഒരു ചെറിയ മട മാത്രമേ കാണുള്ളൂ, ബാക്കിയൊക്കെ പുഴുക്കൾ നിന്നിട്ടുണ്ടാവും. അത് കൊണ്ടയിട്ട പിന്നെ അതല്ല അവസ്ഥ, മണ്ണടഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ കുറെ മൂലകങ്ങളുണ്ട്, അത് ഓരോന്നിലേക്ക് ചേരും. വെള്ളം വെള്ളമായിട്ട് പോകും, നീരായിട്ട് പോകും, മണ്ണായിട്ട് പോകും. ഓരോന്നിന്റെ അംശം അത് വലിച്ചെടുത്തിട്ട് അങ്ങനാണ്ട് പോകും. അപ്പൊ തുറന്നു നോക്കിയൊന്നും കാണൂല. അപ്പൊ നീ ചോദിക്കും, ഇനിയിപ്പോ ഒന്നും കാണാത്തത് ഇന്നൊരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാകുക എന്ന് ചോദിച്ചാൽ അവർക്ക് മറുപടിയാണ്, ചിലപ്പം ഭൂമിയിലേക്ക് നോക്കിയാൽ തരിശ് ഭൂമി, ഒരു ധാന്യമില്ല, ഒരു സസ്യമില്ല, ഉണ്ടാവുമെന്നുള്ള തോന്നലില്ല. വരണ്ട് ഉണങ്ങി വിണ്ട് കിടക്കുന്ന ഒന്നുമില്ലാത്ത ഭൂമിയില്
ഒരു ചെറിയ മഴ അങ്ങോട്ട് പെയ്യുമ്പോഴേക്ക് സസ്യങ്ങൾ സജീവമായി, ചത്തുകിടക്കുന്ന ഭൂമി സജീവമായി. ഈ കിളിർത്ത് വന്ന പൂക്കൾ എവിടുന്ന് വന്നതാണ്? ഈ തലയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന കൂണുകൾ എവിടുന്ന് വന്നതാണ്? ഈ സസ്യലതാദികൾ ആരുണ്ടാക്കിയതാണ്? അത് എങ്ങനെ ഉണ്ടായതാണ്? ഇത് ഉണങ്ങിക്കിടക്കുന്ന ഈ ഭൂമിയിൽ നിന്ന്, ഒളിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് രണ്ടാമത് സടകുടഞ്ഞ് സജീവമായി പുറത്തു വന്നിട്ട് ഭൂമിയെ മയ്യിത്തായ അവസ്ഥയിൽ നിന്ന് സജീവമാക്കിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ തന്നെ ഞങ്ങളെ ശ്മശാനം ആരുമില്ലാതെ ഉണങ്ങി വരണ്ട് ഒരു ശരീരത്തിന്റെ ഒന്നും കാണാത്ത രൂപത്തിൽ കിടക്കുന്ന അതേ സ്ഥലത്ത് നിന്ന് അള്ളാഹു തആല ഒരു മഴ പെയ്യിപ്പിച്ചുകൊണ്ട് വിരണ്ട ഭൂമിയോട് ഉടഞ്ഞ് തളർന്ന് തകർന്ന് നശിച്ചു കിടക്കുന്ന മയ്യിത്തുകളെ മുഴുവനും ചെടികളെ രണ്ടാമത് കൊണ്ടുവന്നതുപോലെ പടച്ചോൻ പരലോകത്തിന് വേണ്ടി കൊണ്ടുവരും എന്ന് അവരുടെ ഉള്ളിന്റെ ഉള്ളിലെ കണ്ണ് തുറക്കാൻ വേണ്ടി വളരെ കൃത്യമായൊരു ദൃഷ്ടാന്തത്തെ അള്ളാഹു പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് തമ്മിലുള്ള ബന്ധം. ഐൻകുല്ലുല്ലമ്മ ജമിയുല്ലദീന മുഹ്ലദൂൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്ന് സംഭവിക്കും. നിങ്ങളെ മുമ്പിൽ സംഭവിക്കണില്ലേ? നിങ്ങൾ നോക്കൂ, പള്ളിക്കാടൊക്കെ സജീവായില്ലേ? ഉണങ്ങി കിടക്കുന്ന സ്ഥലമൊക്കെ സജീവായില്ല. അതുകൊണ്ടൊന്ന് സുബഹിക്ക് ഞാൻ അതിനെ വിട്ടിന് ആയത്തോതിയത്. وأنزلنا من المعصرات ماء ثجاجا وأنزلنا من المعصرات ماء ثجاجا കാർമേഘ കീറുകളിൽ നിന്ന് നമ്മളല്ലയോ മഴയിറക്കിയത്? സജ്ജാജ, കോരിച്ചൊരിയുന്ന മഴ. ഇന്നലത്തെ മഴക്ക് ഇങ്ങനെ കണ്ടിട്ട് പുറത്തു നോക്കിയാലേ ഈ ആയത്ത് ഇങ്ങനെ തലയിൽ മഴ പോലെ പെയ്യും. وأنزلنا من المعصرات ماء ثجاجا കാർമേഘ കീറുകളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴയെ ഇറക്കുന്നത് നമ്മളല്ലയോ? ലിനുഖ്രിജ ബിഹി, അതെന്നെ ഇവിടെയും പറയുന്നു. ലിനുഖ്രിജ ബിഹി, ആ മഴ കൊണ്ട് നമ്മൾ ഇഖ്റാജ് ചെയ്യാൻ വേണ്ടി, പുറപ്പെടുവിക്കാൻ വേണ്ടി. ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ, ധാന്യങ്ങളെയും സസ്യലതാദികളെയും പുറപ്പെടുവിക്കാൻ വേണ്ടി. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്നു നിൽക്കുന്ന കൂടിക്കലർന്ന മനോഹരമായ തോട്ടങ്ങളെ മഴയുടെ നനവുകൊണ്ട് ഭൂമിയുടെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ആ കാർമേഘ കീറുകളിൽ നിന്ന് പേമാരി ഉണ്ടാക്കുന്നത് നമ്മളല്ലേ? യാ അല്ലാഹ്. മഴ എന്തിനാ മേലേന്ന് പെയ്യണത്? മഴ നമുക്ക് വെള്ളത്തിന്റെ ആവശ്യമുണ്ടെങ്കിൽ താഴെ നിന്ന് തന്നാ പോരെ. മഴ എന്തിനാ മേലേന്ന് പെയ്യുന്നത്? ഓരോന്നിലും ചിന്തിക്കാണ്ട്. വെള്ളം ബാഷ്പീകരിച്ച് അത് മേലേക്ക് പോയിട്ടാണല്ലോ താഴേക്ക് പെയ്യുന്നത്. അതാണെങ്കിൽ നേരെ കണ്ട് തന്നാ പോരെ, മേൽക്കൊന്ന് കൊണ്ടുപോകാൻ നിൽക്കണം. ഇവിടെ തന്നെ കണ്ട് തന്നാ പോരെ. ശാസ്ത്രം അതാണല്ലോ. നീരാവി മേലേക്ക് പോയി അതിന്റെ ശുദ്ധിയാണ് താഴേക്ക് പെയ്യുന്നത്. അവിടെ രണ്ട് കാര്യം ചിന്തിക്കാണ്ട്. ഈ മേലേക്ക് ഉയർന്ന നീരാവിന്റെ അളവെടുക്കുക, താഴേക്ക് പെയ്ത മഴയുടെ അളവെടുക്കുക. രണ്ടും കൂടി എടുത്താല് ഇത് മാത്രമല്ല എന്ന് മനസ്സിലാവും. കാരണം ആ മേലേക്ക് പൊന്തിയ മാത്രമാണല്ലോ താഴേക്ക് പെയ്യുന്നത്, അല്ലല്ലോ. കടലിൽ നിന്ന് നീരാവി മേലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ പെയ്യുന്ന മഴയുടെ അളവ് നോക്കുകയാണെങ്കിൽ ആ മേലേക്ക് പൊന്തിയ നീരാവി മാത്രമല്ലല്ലോ വരണേ. ബാക്കി എവിടെ നിട്ടി? ഒന്ന്. രണ്ടാമത്തത്, ഭൂമിയിൽ നിന്ന് ഇങ്ങോട്ട് മഴ തരാൻ അള്ളാഹ്ക്ക് കഴിയാത്തോണ്ടൊന്നല്ല. ഈ വെള്ളം നന്നായിട്ട് നമുക്ക് ഇങ്ങോട്ട് ഭൂമിന്റെ അടിയിൽ നിന്ന്. പക്ഷെ എന്തിനാ മേലേന്ന്? ഭൂമിന്റെ അടിയിൽ വെള്ളം ഉണ്ടല്ലോ. ഇതിനെ മേലേന്ന് പെയ്യുമ്പോ ഏത് ഒരു നിസ്സാര ബുദ്ധിക്കാരന് മനസ്സിലാവും, മേലിന് ഇപ്പൊ ആരാ വെള്ളം തരുന്നത്? അത് അള്ളാഹു മാത്രമാണ്. ഭൂമിയിൽ നിന്നാണെങ്കിൽ സ്വയം ഭൂമിയുടെ ഒരു പ്രതിഭാസം കൊണ്ട് വരാൻ തോന്നിപ്പോവും. മേലേന്ന് മഴ വരിക, മേലേന്ന്. അപ്പൊ അള്ളാഹുവാണ് തരുന്നത് എന്ന് ബോധ്യപ്പെടാനാണ് മേലേന്ന് വരുന്നത്. വൻസൽന, നമ്മൾ മേലേന്ന് താഴേക്ക് ഇറക്കി. മിനൽ മുഅ്സിറാത്തി, ഈ മുഅ്സിറത്ത് എന്നൊക്കെ അറബി പറഞ്ഞാൽ മെൻസസ് പീരീഡിലുള്ള പെണ്ണുങ്ങൾക്കാണ് പറയാ. അതൊക്കെ വളരെ ആഴത്തിൽ പറയുകയാണെങ്കിൽ സമയം ദീർഘമായി പോകും. ഖുർആന്റെ ഓരോ പ്രയോഗങ്ങൾ എത്ര ഗൗരവവും എത്ര ചിന്തോദീപകവുമാണെന്ന് അറിയങ്ങൾ ഓരോ വാക്കുകളും. മുഅ്സിറത്ത് എന്ന് കാർമേഘത്തിന് മുഅ്സിറ പലതുപയോഗിക്കും. മുഅ്സിറത്ത് എന്ന് പറഞ്ഞാൽ മെൻസസ് പീരീഡിലുള്ള പെണ്ണിനാണ് പറയുന്നത്. അതാണ് ഇവിടെ കാർമേഘത്തിന് അല്ലാഹു തആല ഉപയോഗിച്ചത്. കാരണം എന്താണ്? താഴേക്ക് പെയ്യുന്നത് മുഴുവനും ഭൂമിയെ ഗർഭമുണ്ടാക്കുന്ന മഴക്കീറുകളാണ്. മെൻസസ് പീരീഡിലുള്ള മെൻസസ് പ്രായത്തിലെത്തിയ പെണ്ണാണ് പ്രസവിക്കുള്ളൂ. ആ സത്യത്തിൽ ഭൂമി നമുക്ക് നൽകുന്ന ഈ വിളവുകൾ ഭൂമിയുടെ ഗർഭത്തിൽ നിന്ന് വരുന്ന പ്രസവമാണ്. അതിനാദ്യം മെൻസസ് ഉള്ള ഒരു പെണ്ണിനെ കിട്ടണം. وأنزلنا من المعصرات ماء ثجاجا
ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ. എന്ത് മനോഹരം! ഇതാണ്ട് കഴിഞ്ഞേക്ക് ആഖിറം ഇന്ന യൗമൽ ഫസ്ലി മീഖാത്ത. ഖുർആൻ ഇങ്ങനെ അർത്ഥം ഇപ്പൊ യാസീനെ കുറെ ആൾക്കാർ എനിക്ക് വിളിച്ചിരുന്നു. യാസീൻ എങ്ങനെ ഓതി പോകുന്നല്ലാതെ ഒരു പിടുത്തുണ്ടായിരുന്നില്ല. ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം യാസീൻ ഇങ്ങനെ തോന്നുമ്പോ മനസ്സിങ്ങനെ കിടിലം കൊള്ളുകയാണ്. അതിന് തന്നെയാണ് സാധാരണ ഓതുന്ന സുഹൃത്തുക്കൾ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. അതിന് തന്നെയാണ് ഒജാമിൻ അക്സൽ മദീനത്തർ. ഇതൊക്കെ ഇങ്ങനെ ഓതുമ്പോ നിങ്ങൾക്ക് ആ ചെറുപ്പക്കാരെങ്ങനെ വരണൊക്കെ ഓർമ്മ വരും അല്ലേ? അപ്പൊ വരും. ഇതിനു മുമ്പ് ഓതുകയാണെങ്കിലോ മൂല്യന്മാരെങ്ങനെ പള്ളിക്ക് നെയ്ച്ചോറുന്നാൻ വരുന്ന ഓർമ്മ ഉള്ളൂ. അപ്പൊ ഒരു യാസം കഴിഞ്ഞിട്ട് ചോറ് കൊടുക്കാന്നുള്ള ആ റജുൽ എന്നുള്ള ഞങ്ങളെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പൊ അതല്ല, അപ്പൊ അയാളെന്നെങ്ങനെ വരുന്നത് ഓർമ്മയ്ക്ക് ഇങ്ങനെ വരും. യാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഇന്ന് കുട്ടികള് ഒരു ദൂര സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എല്ലാരും പോകുന്നുണ്ട്. ഞാൻ പോകണില്ല. ഞാൻ പോകത്ത് ഞങ്ങൾക്ക് കുട്ടികളെ മാത്രം പരിഗണിച്ചാൽ പറയില്ല, നിങ്ങളെയും പരിഗണിക്കണ്ടേ. 2 ദിവസം ക്ലാസ് മുടങ്ങാന്നുള്ള ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ പോകണ്ടെന്ന് വെച്ച്. അപ്പൊ അവർക്ക് 6 മണിക്ക് ബസ് വരും. SLC പരീക്ഷ കഴിഞ്ഞ് എല്ലാവരും ജയിച്ചാണ്. അപ്പൊ ഒന്നൊന്ന് ഒരു ആത്മീയ ടൂറ് അങ്ങനെയുണ്ടല്ലോ, ആത്മീയ ടൂറ് അല്ല, വെറും കളിയും ഇതല്ല, ആത്മീയ ടൂറ്. നല്ല നല്ല മഹാന്മാരുടെ അടുത്തൊക്കെ പോവുക, എന്നിട്ട് വരിക. അപ്പൊ എനിക്ക് അവർക്ക് അവസരം കൊടുക്കണം. ബാക്കി നാളെ ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇവർക്ക് ചായ കുടിക്കാനൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഖുർആന്റെ ആഴങ്ങളിലേക്ക്, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലേക്ക് ഉള്ളറിഞ്ഞിറങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഓരോന്നിലും അപ്പൊ പഠിക്കാണ്ടാവും. ഓരോന്നിൽ മഴയില്, ഇടിയില്, മിന്നില്, കാർമേഘത്തില്, ഓരോന്നിലും പഠിക്കാണ്ടാവും. അപ്പൊ ഈ മഴക്കാലത്ത് നമ്മളൊക്കെ വീടിന്റെ സൈഡൊക്കെ നോക്കി അന്ന് സ്പെഷ്യലായിട്ട് വരുന്ന കുറെ പൂക്കളും ചെടികളൊക്കെ ഉണ്ടാവും. എന്റെ ഒക്കെ വീടിന്റെ ചുറ്റുഭാഗത്തുണ്ട്. നമ്മള് തറവാടുക്കണോടത്ത് മഴക്കാലത്ത് മാത്രം വിരുന്നേരായി വരുള്ളൂ. മഴ കഴിഞ്ഞാൽ പോവുകയും ചെയ്യും. അങ്ങോട്ട് വന്ന അയിമക്കൂടി കുറെ പൂമ്പാറ്റ, പാറ്റ, അത് ഇതൊക്കെ കൂടി ഇങ്ങോട്ട് പൊതിയും. നല്ല രസം. അതൊക്കെ ആ ചിന്തിച്ച് കാണുമ്പോൾ ഭയങ്കര രസമാണ്. അവിടെ നിന്നൊന്നും പോകരുത്. അതൊക്കെ കുറെ എനിക്കതൊക്കെ ഭയങ്കര രസമാണ്. ചക്ക തിന്നാനല്ല, മാങ്ങന്റെ പല ഐറ്റംസ് മാങ്ങ, ഇതിന് മാത്രം സീസണിൽ വരുന്ന കുറെ ചെടികള്, ഇതൊക്കെ മനുഷ്യന്മാരുണ്ടാക്കണല്ലോ. അത് അല്ലാഹു തആല അവിടെ പറയുന്നുണ്ട്, ഇതൊന്നും നിങ്ങൾ ഉണ്ടാക്കണല്ലോ. ഇന്ന് വരെ ആരെങ്കിലും തൊട്ടാവാടി കൃഷി ഉണ്ടാക്കിക്കണോ? എല്ലായിടത്തും തൊട്ടാവാടി. ഇന്ന് വരെ ആരെങ്കിലും ചെമ്പരത്തി കൃഷി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ചെമ്പരത്തി അങ്ങനെ വരുന്നല്ലോ. ചെമ്പരത്തി അങ്ങനെ, തൊട്ടാവാടി അങ്ങനെ വരുന്ന, കമ്മ്യൂണിസ്റ്റ് അങ്ങനെ വരുന്നതാണോ? കുറുന്തോട്ടി അങ്ങനെ വരുന്ന, കുറുന്തോട്ടി കൃഷി ഉണ്ടോ? അല്ലാഹു തആല ഇങ്ങനെ കൊണ്ട് മഴ കണ്ട് പെയ്യുമ്പോ ഉള്ളിന്ന് ഒരുപാട് സാധനങ്ങൾ പുറത്തു വരിക. ഞാൻ തന്നെയാണ് മരിച്ചാലും വരിക. മണ്ണടഞ്ഞ് എല്ലാം നശിച്ചു ലയിച്ചു പോയി എന്ന് തോന്നിയാലും എല്ലാം സജീവാവും. അതിന് ഇത്തിരി സമയം നമുക്ക് വേണ്ടിയുള്ളൂ. നിങ്ങളെ മുമ്പിൽ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മഴ കൊണ്ട് ഭൂമി സജീവമാകുന്നത് എന്നാണ് ഇന്ന് പറഞ്ഞു വെച്ചത്. ബാക്കി കാര്യങ്ങൾ നാളെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد. അല്ലാഹു പറഞ്ഞും കേട്ടോ നീ കബൂലാക്കണേ അല്ലാഹ്. ഖുർആന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഹൃദയം തുറന്നു തരണേ അല്ലാഹ്. ഇന്ന് കുട്ടികൾ സിയാറത്തിനാണ്, നീ കബൂലാക്കുന്ന സിയാറത്താക്കണേ അല്ലാഹ്. അവർക്കും ഞങ്ങൾക്കും ആ യാത്ര കൊണ്ട് നിന്നിലേക്ക് എടുക്കാനുള്ള വഴികൾ ഒരുക്കി തരണേ അല്ലാഹ്. ദുനിയാവിലുള്ള ഇടങ്ങറുകളിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ആഖിറത്തിലെ ശിക്ഷയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ക്ഷേമ, ഐശ്വര്യ, സ്നേഹ, വിശാല മനസ്കത, സമാധാനം നൽകണേ അല്ലാഹ്. നീ സുരക്ഷിതത്വം നൽകണേ അല്ലാഹ്. അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. ഈ സാസിൽ പങ്കെടുക്കുന്ന ഒരാളെയും നാളെ തീജ്വാലയിൽ കരിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, ഖുർആൻ കേൾക്കാൻ വന്ന ആരെയും മണ്ണിന്റെ അടിയിലും ശിക്ഷിക്കല്ല അല്ലാഹ്. ആഖിറത്തിലും ശിക്ഷിക്കല്ല അല്ലാഹ്. മണ്ണിന്റെ മുകളിലും പരീക്ഷിക്കല്ല അല്ലാഹ്. നിന്റെ ഔദാര്യങ്ങൾ കനിയണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അൻസുർ ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് വറഹം ഉമ്മത്ത സയ്യിദിനാ മുഹമ്മദ് തജാവസ് അൻ ഉമ്മത്തി സയ്യിദിനാ മുഹമ്മദ് اجعلنا من خيار امته ومن محبيه واغفر لنا يا غفار وانصرنا يا نصير واحفظ لنا يا حفيظ وسلمنا يا سلام وهب لنا يا وهاب وارزقنا يا رزاق واغفر لوالدينا ولمشايخنا ولأساتذتنا ولأزواجنا ولذرياتنا وللحجاج وللعمال ولمن استغفروا لهم ولمن ماتوا منا منهم ولمن دفنوا حوالينا ولجميع المؤمنين والمؤمنات
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير الخلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم. ഞാൻ നാളെ ഉണ്ടാവട്ടെ സുബഹിക്ക്. നാളെ ഞാൻ